നിങ്ങൾ ഒരു ദിവസം ഫുള്ള് ബിസി ആയിരിക്കും. സ്കൂളിൽ പോവാ, പിന്നെ തിരിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യുക, അങ്ങനെ ദിവസം അങ്ങ് തീരും. പിന്നീടാണ് ആലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിച്ചായിരുന്നു എന്ന്. ആൻഡ് ദ ആൻസർ വിൽ ബി നോ. ഒരുപാട് കുട്ടികൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ടൈമിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നത്, ടൈം ഒട്ടും കിട്ടുന്നില്ല, സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേനും ടൈം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തികയുന്നില്ല. ആക്ച്വലി ടൈം ഇല്ലാത്തതല്ല പ്രശ്നം, ഉള്ള ടൈമിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വേണ്ടി കമന്റ് ബോക്സിൽ ചോദിച്ചു, അതായത് ചേച്ചി ഒരു ടൈം ടേബിൾ തരൂ, അതായത് ഒരു ഡെയിലി റുട്ടീൻ നമുക്ക് തരൂ, കാരണം പുതിയൊരു മന്ത് ആണ്, ജൂലൈ 1 ആണ്. സോ അതുകൊണ്ടൊരു റീസ്റ്റാർട്ട് എന്ന പോലെ ഒരു പുതിയൊരു ടൈം ടേബിൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും പറ്റും, ലാസ്റ്റ് മിനിറ്റിലെ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനും പറ്റും. സോ ഐ മേഡ് എ ബാലൻസ് പ്ലസ് പ്രൊഡക്റ്റീവ് ഡെയിലി റുട്ടീൻ ഫോർ സ്കൂൾ സ്റ്റുഡൻസ് വിച്ച് ഫോക്കസസ് ഓൺ കൺസിസ്റ്റൻസി, റെസ്റ്റ്, സ്റ്റഡി ആൻഡ് ഹെൽത്ത്. നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഈ ടൈമിങ്ങിനും പിന്നെ കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇന്ന കാര്യം ഇന്ന സമയം ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ഞാനിതിലൊരു വേക്കപ്പ് ടൈം കൊടുത്തിരിക്കുന്നത് രാവിലെ 6 മണിക്കാണ്. നിങ്ങളുടെ എഴുന്നേൽക്കുന്ന നോർമൽ ടൈം അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാം, സ്കൂൾ ടൈമിംഗ് അനുസരിച്ച് മാറ്റാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ വെച്ചിരിക്കുന്നത് രാവിലെ ഒരു 6:30 വേക്കപ്പ് ചെയ്യാണ്. വേക്കപ്പ് മാത്രമല്ല, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ദെൻ ഫ്രഷൻ അപ്പ് ആവുക. ഈ ഫ്രഷൻ അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എഴുന്നേറ്റിട്ട് ഒരു ലാഗ് കാണും, ആ ഒരു സംഭവമൊക്കെ മാറ്റുക, പിന്നെ വാഷ്റൂമിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫ്രഷൻ അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 6:40 തൊട്ട് 7 AM വരെ ലൈറ്റ് എക്സസൈസ്, ഷോർട്ട് വാക്ക്, സ്ട്രെച്ചിങ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അതായത് മിനിമൽ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ടൈമിൽ എന്താണോ ചെയ്യാറുള്ളത് അത് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് പിന്നെ വാഷ്റൂമിൽ പോവുക, അല്ലെങ്കിൽ ഫ്രഷ് ആവുക, കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ടൈമിൽ വെച്ചിരിക്കുന്നത് ഒരു ലൈറ്റ് എക്സസൈസോ ഷോർട്ട് വാക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളപ്പും പുഷപ്പും ഒന്നും എടുക്കാനല്ല പറയുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് വാക്കോ സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം, ചെയ്യാത്തവരാണെങ്കിൽ ഇത് ചെയ്താൽ കൊള്ളാം. 7 o'clock തൊട്ട് 7:20 വരെ ബാത്ത് ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂളാണ്. അതായത് കുളിച്ച് നമ്മൾ ഫുൾ റെഡി ആവുകയാണ്, സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു ടൈമാണ്. അതിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവുന്ന ടൈമാണ് 7 o'clock തൊട്ട് 7:20 വരെ. 7:20 to 7:40 is considered as the breakfast time. സംതിങ് ഹെൽത്തി വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് രാവിലെയാണ് ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന ഫസ്റ്റ് തിങ് ആണ് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ്. സോ അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിരിക്കണം. പിന്നെ നമുക്ക് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് രാവിലെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള മാക്സിമം വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ 7:40 തൊട്ട് 8:15 വരെ റിവിഷൻ ടൈമാണ്. അതായത് നമ്മൾ തലേ ദിവസം രാത്രി പഠിച്ച കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് റിവൈസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഒരു 7:40 തൊട്ട് 8:15 എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു 9 മണിക്കൊക്കെയായിരിക്കും ക്ലാസ് തുടങ്ങാറ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം തന്നെയാണ് ക്ലാസ്സിനും വെച്ചിട്ടുള്ളത്. അത് ബാലൻസ് ചെയ്തുകൊണ്ട് സ്കൂൾ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ടൈം വെച്ചിട്ടുണ്ട്. 8:15 തൊട്ട് 8:45 വരെ സ്കൂളിലോട്ട് പോകുന്ന ഒരു ടൈമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു 1/2 hour ഓളം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം എന്തായാലും എടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ദൂരം എങ്ങനെയാണെന്ന് അറിയില്ല, സ്റ്റിൽ ഞാനൊരു 8:15 തൊട്ട് 8:45 വരെയാണ് വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു 1/2 hour ഉണ്ട്. 8:45 തൊട്ടൊരു 3:45 വരെ കംപ്ലീറ്റ്ലി സ്കൂളിലെ കാര്യങ്ങളാണ്. അതായത് അവിടെ സ്കൂളിലെ നമ്മുടെ ക്ലാസ്സിലെ കാര്യങ്ങളും പഠനവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ വേറെ ഡിസ്കഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും എല്ലാവർക്കും ഒരു 9 മണിക്ക് ക്ലാസ് തുടങ്ങും, ഒരു 3:30-4 മണിക്കൊക്കെ ആയിരിക്കും വിടുക. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്ത് നിർത്തണം നിങ്ങളുടെ ടൈം. വീണ്ടും 1/2 hour ബാക്ക് ടു ഹോം ആണ്. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തിരിച്ചൊരു 1/2 hour എടുക്കും. സോ ഒരു 3:45 തൊട്ട് 4:15 വരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൈമാണ്. 4:15 നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 4:15 തൊട്ട് 4:45 വരെ നമുക്ക് ഫ്രഷ് ആവാനും പിന്നെ നമ്മുടെ സ്നാക്ക് ടൈമാണ്, റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. ഈ ടൈമിൽ പ്രത്യേകിച്ച് ബുക്ക് എടുത്ത് പഠിക്കുമോ അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കും, നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറയുമോ, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രഷ് ആവുക, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ സ്നാക്സ് കഴിക്കുക, റിലാക്സ് ചെയ്യുക. അത് ഏകദേശം ഒരു 1/2 മണിക്കൂറാണ്, 4:15 തൊട്ട് 4:45 വരെ. അതിനുശേഷം നേരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. എല്ലാവരും ചെയ്യുന്ന തെറ്റ് അതാണ്. ഫസ്റ്റ് നമ്മുടെ ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതായത് ഒരുപാട് ഹോംവർക്ക്സ് കാണും, നോട്ട് ബുക്സ് ഒക്കെ നമ്മളിപ്പം നോട്ട്സ് ഒക്കെ നമ്മൾ തന്നെ എഴുതേണ്ട ഒരു ടൈമൊക്കെയാണ് 9th 10th എന്നൊക്കെ പറയുന്നത്. അതായത് ഹൈസ്കൂൾ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് ഒരുപാട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് കാണും വീട്ടിൽ വന്നിട്ട്. ഈ ഒരു ടൈം നമ്മൾ 4:45 തൊട്ട് 5:45 വരെ ഹോംവർക്ക് ടൈമായിട്ടാണ് കണക്കാക്കുന്നത്. ഏകദേശം 1 മണിക്കൂറാണ്. ഹോംവർക്ക്സ് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക, മാത്സ് ഒക്കെ ഹോംവർക്ക്സ് കാണും അത് ചെയ്യുക, പിന്നെ നോട്ട്സ് എഴുതാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് വെക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു 1 മണിക്കൂർ എന്ന് പറയുന്നത്.
അതിനുശേഷം വീണ്ടും ഒരു ഫ്രീ ടൈം ആണ് 5:45 തൊട്ട് 6:15 വരെ പ്ലേ ടൈം ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രായത്തിലുള്ള എത്ര പിള്ളേർ കളിക്കാൻ പോകുന്ന അറിയില്ല. ഒരുപാട് കുട്ടികൾ ബാഡ്മിന്റൺ കളിക്കാൻ പോകും, ഫുട്ബോളൊക്കെ കളിക്കാൻ പോകും, സൈക്ലിങ്ങിന് പോകാറുണ്ട്. സോ അങ്ങനെ പോകുന്നവർ ഈ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ യൂസ് ചെയ്യുക. അത് അല്ലാത്തവർ പിന്നെ ടി വി കാണുമോ ഫോൺ കാണുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ടി വി ഫോൺ ആ ഒരു ടൈം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഇനിയാണ് നമ്മുടെ സ്റ്റഡി സെഷൻ തുടങ്ങുന്നത്. 6:15 തൊട്ട് 7:15 വരെ ഏകദേശം 1 മണിക്കൂറാണ് നമ്മുടെ സ്റ്റഡി സെഷൻ 1 വരുന്നത്. അവിടെ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് വേണം കൺസിഡർ ചെയ്ത് പഠിക്കാനായിട്ട്. എക്സാമ്പിൾ മാത്സ്, സയൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ട് വേണം ഈ ഒരു ടൈമിൽ പഠിക്കാൻ. ഈ ഒരു 1 മണിക്കൂറും ആ ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിക്കണം. ത്രൂ ഔട്ട് ഇരുന്ന് പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് റെസ്റ്റിംഗ് ടൈമാണ്. അതായത് ഒരു 7:15 തൊട്ട് ഒരു 7:30 വരെ നമ്മളൊരു റെസ്റ്റിംഗ് ടൈം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മെയിൻ പോയിന്റ് ഞാൻ പറയാം, ഈ 15 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യാനേ പാടില്ല. ഫോൺ യൂസ് ചെയ്യരുത്, ടി വി ഒന്നും കാണരുത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ അങ്ങ് ഡ്രെയിൻ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരെയാണ്, വീണ്ടും വീണ്ടും ഫോൺ കാണാൻ വേണ്ടിയിട്ട് തോന്നും. അതുകൊണ്ട് ഈ ഒരു 15 മിനിറ്റ്സ് ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഫോൺ മാത്രമല്ല ടി വിയും കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഓർത്തെടുക്കാനും പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനും വേണ്ടി മാത്രം ഈ 15 മിനിറ്റ്സ് യൂസ് ചെയ്യുക. അടുത്ത നമുക്ക് വീണ്ടും സ്റ്റഡി സെഷൻ ആണ്. ഈ സ്റ്റഡി സെഷൻ 2 നമുക്ക് വരുന്നത് ലാംഗ്വേജസും പിന്നെ റിവിഷൻസും മാത്രമാണ്. നമ്മൾ ഭയങ്കര ഹാർഡായിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് വീണ്ടും പഠിക്കല്, കാരണം നമ്മൾ സ്റ്റഡി സെഷൻ 1 ഓൾറെഡി തീർത്തതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി സെഷൻ 2 നമ്മൾ ലാംഗ്വേജസും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട്സ്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. മിക്കതും ഞാൻ പറയുന്നത് ലാംഗ്വേജ് നോക്കുക, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതോ അല്ലെങ്കിൽ തലേ ദിവസം പഠിച്ചതിൻ്റെ റിവിഷൻ ഒക്കെ നോക്കുക. അതൊക്കെയാണ് ഈ ടൈമിൽ ചെയ്യാനുള്ളത്. ടൈമിംഗ് വരുന്നത് 7:30 തൊട്ട് 8:45 വരെയാണ്. പല വീട്ടിലും ഡിന്നർ പല ടൈമിലാണ് കഴിക്കുന്നത്. ഞാൻ ഇതിലൊരു ഡിന്നർ ടൈം ഒരു യൂഷ്വലി ഒരു ആവറേജ് ആയിട്ട് എല്ലാവരും ഒരു 9-9:30 അകത്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാനൊരു 9 തൊട്ട് 9:30 വരെ ഡിന്നർ ടൈം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ഡിന്നർ കഴിക്കുക, ദാറ്റ്സ് ഇറ്റ്. ഡിന്നറിന് ശേഷം നേരെ ചെന്ന് ഫോൺ എടുക്കുക അല്ലെങ്കിൽ നേരെ ചെന്ന് കിടന്ന് ഉറങ്ങുകയല്ല. ഒരു 9:30 തൊട്ട് ഒരു 9:45 വരെ ഏകദേശം ഒരു 15 മിനിറ്റ്സ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പ്രേ ചെയ്യുക. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ കാണും, അങ്ങനെയുള്ളവർ മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ ബുക്ക് വായിക്കുന്ന ഉള്ളവരുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സോളം എന്തെങ്കിലും ഒന്ന് വായിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചെയ്യുക. ആ ഒരു ടൈമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഫോൺ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ സ്ലീപ്പിനെ എപ്പോഴും അഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡ്രെയിൻ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ്സോളം നിങ്ങൾ മാക്സിമം ഫോൺ അവോയ്ഡ് ചെയ്യുക. ആ ഒരു ടൈമിൽ പകരം പ്രേ ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു 9:45 ഇടയ്ക്കും 10 മണിക്ക് ഇടയ്ക്കുമായിട്ടാണ് ഞാൻ സ്ലീപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 9:45 കടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 10 മണിക്ക് കിടന്നുറങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ എന്തായാലും നിങ്ങൾ സ്ലീപ്പ് ചൂസ് ചെയ്യുക. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം വെച്ചിരിക്കുന്നത് 6:30 നമുക്ക് കറക്റ്റ് ഒരു അക്യുറേറ്റ് ആയിട്ട് ഒരു 8 മണിക്കൂർ സ്ലീപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം വെച്ചിട്ടുള്ളത്. ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീനാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല. ആൻഡ് സ്ലീപ്പിന് ശേഷം അടുത്ത ദിവസം സെയിം ഒരു സൈക്കിൾ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈമിങ് ചെയ്ത് വരിക. ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടിക്കിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡെയിലി റുട്ടീൻ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ടൈമിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത്രയും നല്ലതാണ്. നിങ്ങൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. ഈ ഒരു ടൈമും കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ ഡെയിലി റുട്ടീൻ നിങ്ങൾക്ക് PDF ആയിട്ട് വേണം അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ വാട്സപ്പ് ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഈ ഒരു PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് കയറി എടുക്കുക. സോ അത്രയാണ് പറയാനുള്ളത്. ബൈ.